ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പറയുന്നത്, നമ്മൾ പലരും എടുക്കുന്നത് ഏറ്റവും കൂടുതൽ 10,000 രൂപയുടെ താഴെയുള്ള സ്മാർട്ട് ഫോൺസ് ആവും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഏറ്റവും നല്ല കുറച്ച് സ്മാർട്ട് ഫോൺസാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മൈ നെയിം ഈസ് ജെറ്റിൻ ജോസ്. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും എന്നെ വിളിച്ച് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺസാണ് സാംസങ്ങിൻ്റെ പുതിയൊരു സീരീസാണ് എം സീരീസ്. ഈ എം സീരീസിൽ ഫസ്റ്റത്തെ മോഡലാണ് സാംസങ് ഗാലക്സി M10 എന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 8,500 നമുക്ക് ഈ ഒരു ഫോണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൽ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ 3400 mAh ബാറ്ററി ലഭിക്കുന്നത്. നമുക്കിതിൽ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഇല്ല, പക്ഷേ ഫേസ് ലോക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ബാക്ക് ക്യാമറ കൊടുത്തിട്ടുള്ളത് ഡ്യുവൽ ക്യാമറയാണ് 13 MP. ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത് 5 MP. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺസാണ് റിയൽമി 3. ഈ റിയൽമി 3 നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച ഒരു സ്മാർട്ട് ഫോൺസാണ്. ഇതിൽ വരുന്ന പ്രോസസ്സർ ഹീലിയോ P70 ആണ്. കാരണം ഈ ഒരു പ്രോസസ്സർ നല്ലൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. ഇപ്പോൾ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ പ്രോസസ്സറാണ് ഹീലിയോ P70. ഇതിൽ നമുക്ക് 4230 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 13 MP 2 MP ഡ്യുവൽ ക്യാമറ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MP. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 3GB 32GB 9,000 രൂപയും 3GB 64GB 10,000 രൂപയുമാണ്. അടുത്തൊരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 7. ഇതിൽ നമുക്ക് 4000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ്. ഗൊറില്ല ഗ്ലാസ് 5 ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 660 ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MP, ബാക്ക് ക്യാമറ വരുന്നത് 12+2 MP. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. ഈ ലിസ്റ്റിൽ അടുത്ത സ്മാർട്ട് ഫോൺസാണ് HTC ZenFone Max Pro M2 എന്നത്. ഇതിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരേ ടൈമിൽ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MP, ബാക്ക് ക്യാമറ വരുന്നത് 12+5 MP. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് പൈ ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് ഗൊറില്ല ഗ്ലാസ് 6 ആണ്. ഇതിൽ നമുക്ക് പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 660 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. അടുത്തൊരു സ്മാർട്ട് ഫോണാണ് റിയൽമി U1. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 25 MP ആണ്. നല്ലൊരു സെൽഫി ക്യാമറ അവർ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോണിയുടെ ഒരു സെൻസറാണ് അവർ ഈ ഒരു ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ നമുക്ക് 3500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല നല്ല പ്രോസസ്സർ അവർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഹീലിയോ P70 ആണ് ഇതിൽ അവർ ഉപയോഗിച്ച പ്രോസസ്സർ. ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറയാണ് 13 MP, ഒപ്പം തന്നെ 2 MP. ഇതിന് പ്രൈസ് 15,000 രൂപയാണ്. ഇത് നമുക്ക് പറയാം നല്ലൊരു ഗെയിമിംഗ് ഒപ്പം തന്നെ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെ പറയാം. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 25 MP ആണ്. ഒപ്പം തന്നെ പ്രോസസ്സർ വരുന്നത് ഹീലിയോ P70 ആണ്. ഈ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോണാണ് റെഡ്മി Y3. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ക്യാമറ തന്നെയാണ്, അതും ഫ്രണ്ട് ക്യാമറ. നമുക്ക് ഈ ഒരു ക്യാമറയിൽ 32 MP ഒരു ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ബാക്ക് ക്യാമറ വരുന്നത് 12 MP, ഒരു 2 MP. 4000 mAh ബാറ്ററി അവർ ഈ സ്മാർട്ട് ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ കുറച്ച് കുറവാണ്. സ്നാപ്ഡ്രാഗൺ 632 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെ പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ കുറച്ച് സ്മാർട്ട് ഫോൺസ്. ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് 15,000 താഴെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്ന് നോക്കുക. നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ യൂസ് എന്താ നോക്കുക. ചിലവർ ഗെയിമിംഗ് ആവും, അപ്പോൾ ഗെയിമിങ്ങിന് പറ്റിയ സ്മാർട്ട് ഫോൺസ് എടുക്കുക. ചിലവർ ക്യാമറ കൂടുതലുള്ള സ്മാർട്ട് ഫോൺസ് എടുക്കുക. അപ്പോൾ ഏതാണ് ക്യാമറ കൂടുതൽ സ്മാർട്ട് ഫോൺ എടുക്കുക. ചിലർക്ക് ബാറ്ററി അവർക്ക് ഏറ്റവും ആവശ്യം, അപ്പോൾ ഏറ്റവും ബാറ്ററി കൂടുതൽ സ്മാർട്ട് ഫോൺസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.